പതിവില്ലാതെ ഭയങ്കര സന്തോഷത്തിലാണല്ലേ? സന്തോഷിക്കാനുള്ള വകയുണ്ടെന്ന് വെച്ചോ? ആണാ? ആ ഭയങ്കര ചിരിയാണല്ലോ. ഇങ്ങനെ കാണാറില്ലല്ലേ? ഇതൊക്കെ പറയണ്ടെന്ന്. അല്ല, സാധാരണ അമ്മ വരുമ്പോഴേ ഒന്നെങ്കിൽ അച്ഛനോട് അടി കൂടും, അല്ലെങ്കിൽ അയൽപക്കത്തോട് ആരോടെങ്കിലും അടി കൂടിയിട്ടായിരിക്കും വരിക. അപ്പം അങ്ങനെയല്ലല്ലോ. എന്ത് പറ്റി? അടി കൂട്ടിയിട്ടില്ല ആരോടും, അത് മനസ്സിലായി. പറയാമി, സന്തോഷിക്കാനുള്ള വക എന്തോ ഉണ്ടെന്ന് പറയണോണ്ട്. ഒന്നല്ല, രണ്ടു കൂട്ടം കാര്യങ്ങളുണ്ട്. അമ്മ പറ എന്നാ പെട്ടെന്ന്, വെറുതെ സർപ്രൈസ് ഇടാതെ. ആദ്യം അവർ പറഞ്ഞപ്പോഴേ ഞാനും വേണ്ടാന്ന് വെച്ചു. പിന്നെ ആലോചിച്ചപ്പം പിള്ളേരൊക്കെ വളർന്നു വരുമല്ലയോ. പിള്ളേര് വളർന്ന കാര്യം പറയാനാണ് അമ്മയോട് അവിടെ നിന്ന് ഇവിടം വരെ വന്നത്. നീ ഒന്നും ധൃതി വെക്കാതെ, ഞാനൊന്ന് പറയട്ടെ. അമ്മ ഒന്ന് പറയമ്മ. എപ്പോ വന്നമ്മ? ഞാൻ കുറച്ചു നേരമായി. സുഖമായിട്ടിരിക്കുന്നു. മാമിക്ക് എന്തോ സന്തോഷകരമായ കാര്യങ്ങൾ പറയാനുണ്ടത്, പക്ഷെ പറയണമില്ല. ഞാൻ പറയാം. ഞാൻ എവിടായിരുന്നു പറഞ്ഞു നിർത്തിയേ? പിള്ളേരെല്ലാം വളർന്ന് വലുതായി. അത് തന്നെ, പിള്ളേരൊക്കെ വളർന്ന് വലുതായാലേ നമ്മൾ കാരണവന്മാർക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലയോ? ഓ, സ്കൂളിൽ ചേർക്കണം, പിന്നെ കോളേജിൽ കൊണ്ടുപോകണം, അങ്ങനെ. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഈ കോളേജ് കഴിയാൻ നിൽക്കുന്നേ? പഠിച്ചു കഴിയുന്നതിന് മുമ്പ് ജോലി കിട്ടൂ. മകളെ, ഈ വിദേശ രാജ്യത്തൊക്കെ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്. വിദേശത്തും ജോലി ചെയ്യാം. മാമി പറയാമെന്ന കാര്യം എനിക്ക് പിടികിട്ടി. അത് ഞാൻ ആലോചിക്കുമായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് പിടികിട്ടിയില്ലയോ എന്ന്. മാമി പറഞ്ഞ ട്രാക്ക് എനിക്ക് പിടികിട്ടി, പക്ഷെ ഇപ്പോഴാണ് കൺഫേം ആക്കാൻ പറ്റിയത്. അപ്പൊ എങ്ങനെ, നീ പറയുന്നു അതോ ഞാൻ പറയണോ? മാമി പറഞ്ഞാൽ മതി. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണ്ട, കുറെ നേരമായി. അല്ല, മാമി പറയട്ടെ. നീ അങ്ങ് പറ. ശരി, മാമി പറ. ഞാൻ പറയട്ടാ, നമ്മുടെ പിള്ളേരെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും സ്കൂളിലാണല്ലോ. മക്കളെ കാര്യമല്ല, ശിവയുടെയും കേശൂട്ടൻ്റെ കാര്യമാണ് പറയണത്. ഇവരിപ്പോൾ ഇവിടുത്തെ കോളേജിലേ പഠിക്കുന്നത്. ഇങ്ങനെ പഠിച്ചാൽ പോരാ, പഠിച്ച് നന്നാവണമെങ്കിൽ വിദേശത്ത് കോളേജിൽ പോയി പഠിക്കണം. അതാണ് മാമ ഉദ്ദേശിച്ചത്, അല്ലേ? വിദേശത്താ? എന്ത് പിള്ളേർ വിദേശത്ത് പോയാലും പഠിക്കുന്നത്? അതാകുമ്പം ജോലി ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. അമേരിക്കയിലൊക്കെ 18 വയസ്സ് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മേനെ ചിലവർ പിള്ളേരെ ജീവിക്കാൻ സമ്മതിക്കൂല. പുറത്തോട്ടിറങ്ങി പോകാൻ പറയും, ജോലി ജീവിക്കാൻ പറയും. രണ്ടുപേരും കോളേജിലല്ലേ, രണ്ടുപേരും വിദേശത്തൊക്കെ വിട്ട് പഠിപ്പിക്കാന്ന് വെച്ചാൽ ഭയങ്കര ചെലവാണ്. ഇതിപ്പോ കോടിക്കണക്കിന് സ്വത്ത് നമുക്കില്ലേ? മാമനും ഉണ്ട്. മാമ അത് കാര്യം മാമിയോട് പറഞ്ഞു കാണും. അതുകൊണ്ടാണ് മാമി അത് പറയാൻ വേണ്ടത്. അതല്ലേ പറയാൻ വന്നത്. ധാരായില്ലേ? അളിയ, ഇത് പണ്ട് മുതലേ ഉള്ളൊരു നാട്ടു നടപ്പാണ്. മക്കൾക്ക് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നാലും സമ്മതിക്കൂല അച്ഛനും അമ്മയെ. പക്ഷെ കൊച്ചുമക്കൾക്ക് പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ പടവലത്ത് വന്നേക്കാണ് എൻ്റെ അമ്മ കൊച്ചുമക്കളെ വിദേശത്തേക്ക് വിടാൻ. നിനക്ക് പോണോടാ വിദേശത്ത് പഠിക്കാൻ? അവനങ്ങനെ ആഗ്രഹം. അവൻ നമ്മളെ ഞാൻ ഓക്കെയാണ്, ഞാൻ പൊക്കോളാം. അല്ലമ്മ, പിന്നെ എനിക്ക് എന്റെ ഭാവി നോക്കണ്ടേ അല്ലേ? ആദ്യം കുറച്ച് വർഷം നോക്കണം. എന്താ അവന്റെ ഭാവി നോക്കണ്ടേ? പോയി പഠിക്ക്. അമ്മക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ വിടട്ടെ, അല്ലേ അമ്മ? മക്കളെ മോനെ, മതാമമാരെയൊന്നും കെട്ടിക്കൊണ്ട് വരല്ലേടാ. ഈ ആരാണ് കെട്ടടേ? കുടുംബത്തിലൊരു മതാമ ഇരിക്കട്ട്. പിന്നെ മതാമയെ കെട്ടി കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ സ്ഥലങ്ങൾ കാണാൻ കൊണ്ടുപോകണം. അല്ലാതെ നിന്റെ ഭാര്യയെ പ്രസവം എടുക്കാൻ വേണ്ടി, പിള്ളേരെ നോക്കാൻ വേണ്ടി ഒന്നും എന്നെ അവളെ കൊണ്ടുപോകരുത് കേട്ടാ. ആദ്യം അവൻ പോയി പഠിക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി കാര്യം, അല്ലേ മക്കളെ? അതല്ലേ അമ്മ? എന്നാലും ഇത് ആരെ തല്ലേ തോന്നിയ കാര്യമാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞോ ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യമൊന്നും? അപ്പൊ ഇതല്ലേ അമ്മ പറയാൻ വന്ന കാര്യം? പിന്നെ എന്തോന്ന് പറയാൻ വന്ന കാര്യം പറ. എനിക്ക് തോന്നുമ്പോ പറയും. ചേടാ, പിന്നെയും അമ്മ സാധാരണ വരണ പോലെ ആയിപ്പോയി. ഇത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ഇതെന്തൊക്കെ സംഭവിച്ചാലും ശരി തന്നെ. ചുമ്മാ വിളിച്ചു വരുത്തി ഊണ് വരാന്ന് പറഞ്ഞിട്ട് ഊണില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു പരിപാടി ഇത്? എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം. മതാമ്മ വിദേശം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ അമ്മ? ഞാൻ ഒരു കാര്യം പറഞ്ഞെങ്കിൽ എനിക്ക് വിദേശത്ത് പോകണം കേട്ടോ. നീ ഇപ്പൊ കഴിച്ചിട്ട് വന്നല്ലേ ഉള്ളൂ? എന്തോന്ന്? ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് വന്നല്ലേ ഉള്ളൂ നീ? പറഞ്ഞ് പഠിക്കണായിരുന്നു, അവനെ ഫുഡ് കഴിക്കണായിരുന്നു. എനിക്കൊന്നും പറയാനില്ല. മുമ്പൊക്കെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു. എനിക്കിപ്പോ ഒന്നും പറയാൻ വയ്യ. എന്തേലും ഒരു കാര്യം പറയാൻ തുടങ്ങിയ സമ്മതിക്കത്തില്ല. അപ്പോഴത്തേന് കാട് കയറി അങ്ങ് പൊക്കോളൂ. അങ്ങ് വഴക്കിട്ട് വന്നതാണോ? എന്തമ്മ? എനിക്ക് പിണക്കൊന്നുമില്ല. നീ നിന്റെ കാര്യം നോക്കിപ്പോ. അമ്മയില്ലാണ്ട് ബാലുവിന്റെ അടുത്ത് വല്ല അഭിപ്രായം ചോദിക്കോ? അടി, എന്തെങ്കിലും ഒന്ന് പറയാൻ തുടങ്ങിയ മക്കളും മരുമക്കളും എല്ലാം കൂടെ അന്നേരം എന്നെ കളിയാക്കാൻ തുടങ്ങും.
അമ്മ പറ, ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാ. കാര്യം പറയാനുള്ള മൂടൊക്കെ പോയി കൊച്ചേ. ഓ പിന്നെ മൂട് പോയി. നമുക്ക് കളിക്കാതെ കാര്യം പറയാമോ? അമ്മ നെറ്റിൽ നോക്കി, എന്ത്? കാനഡയാണ് ബെസ്റ്റ് പ്ലേസ്. ഫണ്ട് കുറവാണ്, പെട്ടെന്ന് പോകാൻ പറ്റും. ഒരു കാര്യം ചേട്ടാ, ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഇത് നോക്കി ഏജൻസി നോക്കി വെച്ചിട്ട് അങ്ങോട്ട് പോട്ടാ, എൻക്വയറിക്ക് പോട്ടാ. നിനക്ക് എന്തിന്റെ കുഴപ്പമാടാ? വേറെ പണിയൊന്നുമില്ല ഇറക്കാ നിനക്ക്. നിനക്ക് കാര്യം പറയാൻ ചാടി പുറപ്പെടാൻ. അമ്മ എന്തുമ്മാ പറയണേ? സ്വന്തം പോന്റെ വിദ്യാഭ്യാസ കാര്യമാണ് പറയണത്. എന്നാ മക്കളൊരു കാര്യം ചെയ്യ്, പോയി ഇത് അന്വേഷിച്ചൊക്കെ വെക്ക്. എന്നിട്ട് അമ്മ സംസാരിച്ചിട്ട് പറയാം കേട്ടോ. ഇപ്പൊ അങ്ങോട്ട് പോയിക്കോ. സംസാരിക്കും. അല്ല അമ്മ പറയണ്ടേ, അവിടുത്തെ നേരത്തെ ചോദിച്ച് മനസ്സിലായി പറയമ്മ. എന്തായി പറഞ്ഞ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾ എന്തിനാ ഇപ്പൊ മാമി ഇങ്ങോട്ട് വന്നേ? പറയാനുള്ള കാര്യം പറഞ്ഞാന്ന്. അത് ഞങ്ങള് ചോദിച്ച് മനസ്സിലാക്കട്ടെ. നിങ്ങൾ മാമിക്ക് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അത് പറയണം. പക്ഷെ അത് ഞാൻ അറിഞ്ഞിട്ട് ബാക്കിയോട് അറിഞ്ഞാൽ മതി. അതാണ് അതിന്റെ ശരി. മര്യാദക്ക് കാര്യം പറഞ്ഞോണ്ടിരുന്ന അമ്മയാ, വെറുതെ ദേഷ്യം പിടിപ്പിച്ചത് നിങ്ങളാണേ. അമ്മ പറഞ്ഞോളൂ, നിങ്ങൾ പോയിപ്പോ. അങ്ങനെ പോകാൻ പറ്റില്ല. എന്റെ മുന്നിൽ വെച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ചോദിച്ചറിയട്ടെ, നിങ്ങൾ പോവാനല്ലേ പറഞ്ഞത്? അച്ഛാ, അമ്മൂമ്മയെ ദേഷ്യം പിടിപ്പിക്കരുത്. പിടിപ്പിച്ചു കഴിഞ്ഞാൽ അമ്മൂമ്മ പറയത്തില്ല. ഞങ്ങൾ സ്ത്രീകൾ ചോദിച്ചറിയട്ടെ. അയ്യോ, വലിയ വലിയ കാര്യങ്ങളൊന്നും പറയരുത് സ്ത്രീയെ, താങ്ങാൻ വയ്യ. കൊച്ചു പറഞ്ഞത് കറക്റ്റാ, നമ്മൾ സ്ത്രീകൾ ചോദിച്ചറിയട്ടെ അല്ലേ? അച്ഛൻ പോട്ടെ. മാമി പറയാൻ വന്ന കാര്യവും ഞാൻ ഊഹിച്ച കാര്യവും രണ്ടും രണ്ടായിപ്പോയി. മാമി ക്ഷമിക്ക്. മാമി പറയാൻ വന്ന കാര്യം പ്രധാനപ്പെട്ട എന്തോ കാര്യമാണെന്ന് അറിയാം. ഞാൻ കയറി ഇടയ്ക്ക് തടസ്സം നിന്ന്. അതിനും ക്ഷമിക്ക്. മാമിന് കാര്യം പറ, ഞാൻ ഒന്നും മിണ്ടൂല. പറ. ഉറപ്പാന്നേ? ഉറപ്പാണ്. അപ്പൊ എന്റെ എബ്രോഡ് പോക്ക്? ചേട്ടനൊന്നും മിണ്ടായില്ല ചേട്ടാ. ചേട്ടൻ അബ്രോഡ്. അപ്പുറത്ത് പോടാ. ഡേ, അപ്പുറോടെ പോകണോണ്ട് അപ്പുറത്തോ, ഇപ്പുറോടെ പോകണം ഇപ്പുറത്തോ. മിണ്ടരുത്, വാ തുറക്കരുത്. മാമി പറയട്ടെ. അതെ, അടുക്കളയൊന്നും പറയേണ്ട കാര്യമല്ല. നിങ്ങൾ വാ. അതെന്തായിരിക്കും അടുക്കള നിന്ന് പറയേണ്ട കാര്യമല്ലെങ്കിൽ? എനിക്ക് മനസ്സിലായി. നമുക്കൊക്കെ സ്വത്തൊക്കെ അനുഭവിക്കാനുള്ള യോഗം സമാഗതമായി. കാരണം നിന്റെ പേരിൽ മാമി സ്വത്ത് എഴുതി തരാൻ പോകുന്നു. ഇപ്പൊ അനുഭവിച്ചില്ല, പിന്നെ എപ്പ അനുഭവിക്കുക? വാ വാ വാ. മാമി കാര്യം പറ. നീ ധൃതി കൂട്ടല്ലേ, ഞാൻ പറയാം. ശ്രീകുട്ടൻ എവിടെ? ഒരു ആവശ്യത്തിന് നോക്കിയാൽ കാണൂല, അല്ലെങ്കിൽ തേരാ പാറ ഇതുവഴി നടക്കണ കാണാം. ശ്രീകുട്ടാ, കുട്ടാമ്മ. മാമാ ശ്രീകുട്ടോ, ഓ ഇവിടെ മര്യാദയ്ക്ക് ഇവിടെ ഇവിടെ നില്ലടാ. മാമി കാര്യം പറഞ്ഞ കള് എവിടെ പോയി കറങ്ങണത് നീ? പറ. ഞാൻ പറയാൻ വന്നതേ നമ്മുടെ ജയേന്ദ്രങ്ങളെ. ജയന്തൻ ഏതാ ഇരിക്കേ? ഒളിഞ്ഞു മാറ്. ഇരിക്കേ. എന്താണ് കാര്യം? അതെ, എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഗൗരവമായിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാം. ഇന്നെല്ലാരും ഗൗരവമുള്ള കാര്യമാണല്ലോ പറയുന്നത്. അമ്മൂമ്മയും ഗൗരവമുള്ള കാര്യം പറയാൻ വന്നതാ. എന്താ മാമി ഗൗരവമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ജയന്തിന് പറയാം. ഞാൻ പറയാൻ ചേട്ടാ. ജയന്തൻ ഇപ്പൊ എവിടെന്നാ വരണേ? ജയിലിൽ നിന്ന്. ഞാൻ കുറച്ച് നാൾ ചില കേസുകളൊക്കെ ബന്ധപ്പെട്ട് ഒളിവിലായിരുന്നല്ലോ. അങ്ങനെ ഒളിവിൽ നിന്ന് പയ്യെ വന്ന് ഞാൻ വീട്ടിൽ വന്ന് രമേനെ കാണാമെന്ന് പറഞ്ഞു വന്നപ്പോൾ അങ്ങേരുണ്ടായിരുന്നു. അങ്ങേരുമായിട്ട് വഴക്കായി ശങ്കരണ്ണല്ല. എന്നിട്ട് അങ്ങേര് അവളെയും വിളിച്ചുകൊണ്ട് ആര്യനാട്ടേക്ക് പോയി. ഇതൊക്കെ സഹിച്ച് ഞാൻ അവിടെ നിൽക്കുന്നു. എന്നെ വാതിലിട്ട് പൂട്ടിയിട്ടല്ലേ ഇങ്ങനെ പോണത്. ഞാൻ വാതിലായിട്ട് അകത്ത് കിടക്കണം. അവിടെ കിടന്ന് ബഹളമായി കഴിഞ്ഞപ്പോൾ ആളുകൾ നാട്ടുകാർ ഓടിക്കൂടി അവർ പോലീസിന് വിളിച്ചു. പോലീസിൽ വന്ന് ചവിട്ടി തുറന്നു നോക്കിയപ്പോൾ പിടികിട്ടാ പുള്ളി ജയന്തൻ. എന്നെ ജയിലിൽ കൊണ്ടുപോയി. അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി വന്ന വഴിയാണ്. മോനെ അവർ ഒരുപാട് ഉപദ്രവിച്ചോ? പിന്നെ പോലീസിന്റെ കൈ കിട്ടിയാൽ പിന്നെ ഉപദ്രവിക്കൂല. പിടിയിട്ട പുള്ളിയല്ലേ, ഒരുപാട് നാളോട്ട് തിരഞ്ഞെടുക്കുകയല്ലേ, വേഷം കൊടുത്തു കാണും. അതിലേക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയണം, അവൾക്ക് എന്നെ വേണോ അവളുടെ അച്ഛനെ വേണോ? ജയന്ത് എപ്പോഴും ഒളിവിലല്ലേ? നീ ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട കേട്ടാ. രമയുടെ കാര്യം അതുകൊണ്ട്. രമയുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം അല്ലേ? ജയന്ത നിർത്ത്. ഈ അടിയും വഴക്കൊക്കെ നിർത്താൻ എത്ര കാലം കൊണ്ട് പറയണതാ? ഒന്ന് നിർത്തിക്കൂടെ ഇത്? ചേച്ചി അടിയും വഴക്കൊക്കെ ഞാൻ നിർത്താം. അവൾ എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ ഒന്നിച്ച് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിച്ചോളാം. മോൻ വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ ഒന്നും കഴിച്ചൊന്നുമില്ല. എടി, ജയന്തൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ജയന്ത വാ, ശങ്കരനെ വിളിച്ച് സംസാരിക്കാം കേട്ടാ. ശങ്കരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയാലും ഏത് അവസാനം രമയായിട്ട് രോഗം പോകും. അതെ, നിന്റെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കിട്ട് നിന്നെ നമ്മൾ കുറേ നാളോട്ട് കാണണല്ലേ. മാമിക്ക് ഗൗരവമായിട്ടൊരു കാര്യം പറയാനുണ്ട്. മാമി കാര്യം പറ. എടാ, ഒരാളൊരു ജീവിത പ്രശ്നം പറയുമല്ലയോ, അത് കഴിയട്ടെ. എനിക്ക് പറയാനുള്ളത് ഞാൻ പിന്നെ പറഞ്ഞോളാം. എന്ത് പറയാ? നിന്റെ അമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയത്? പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറയടേ.
സംകൃതരമകരി തങ്കത്തും രമ ഇപ്പോഴും രമ ഒറ്റ ആഴി അടിച്ചെന്നാണ്ടല്ല എനിക്കത് കേൾക്കാത്തോണ്ട് വയറ് വരും ഗ്യാസ് കയറി സംകൃത ഭവന രമ താളം ആ പെണ്ണിങ്ങ് വരട്ടെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ നിന്റെ രമ ഞാൻ നിർത്തി തരാം സംകൃതരമകരി തങ്കത്തുങ്കത്ത തിങ്കിണ തിങ്കൃത തിമികിടമേ തകസന്തരി സരിഗമ തക്കിടക്ക് തന്തിങ്ങി. ഞാൻ കാര്യം പറഞ്ഞു നിങ്ങൾ നിന്ന് എത്ര ആള് കിടന്നായിരുന്നു ജയിലില്? കുറച്ച് ദിവസം കിടന്നായിരുന്നു. അവരൊരുപാട് ഉപദ്രവിച്ചോ മോനെ? അങ്ങനെ വലിയ ഉപദ്രവമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ദിവസം അവരെ കിടന്ന് വട്ടം കറക്കിയല്ലേ, അതിൻ്റെ ഒരു ദേഷ്യം വെച്ച് തീർത്തു. ഈ അടിവഴക്കമായിട്ടൊക്കെ എത്ര കാലം നടക്കും? ചേച്ചി ഞാൻ എല്ലാം നിർത്താൻ തയ്യാറാണ്. അവൾ എൻ്റെ കൂടെ വന്ന് താമസിച്ചാൽ മതി. ചേച്ചി ഒന്ന് പറ. ജയന്ത രമയെ കുറിച്ച് ചിന്തിച്ചായിരുന്നോ? ഇപ്പൊ ശങ്കരനെ അങ്ങനെയൊക്കെ കാണിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഏതൊരച്ഛനും വിഷമിക്കുന്ന പോലെ തന്നെ ശങ്കരനെ വിഷമിക്കുന്ന സ്വന്തം മോള് സന്തോഷത്തോടെ ജീവിക്കാനല്ലേ അങ്ങനെ ആഗ്രഹിക്കണേ. അപ്പോൾ ജയന്തൻ ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരുന്നത് എങ്ങനെയാ? ഇതൊക്കെ പാർട്ടിക്ക് വേണ്ടി ചെയ്തല്ലേ ചേച്ചി. പാർട്ടിയിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി പോരാൻ പറ്റില്ല എനിക്ക്. ജയന്തൻ പറയണതനുസരിച്ച് ഞാനിപ്പോൾ രമയോടും ശങ്കരനോടും സംസാരിച്ചു എന്ന് വിചാരിക്കാം. അവർ വന്നു, ഇപ്പോൾ രമ വന്നു, വീണ്ടും ജയന്തൻ ഇതുപോലൊക്കെ കാണിച്ചെന്ത് ചെയ്യും? ആ വാക്ക് കൊടുത്തത് വെറുതെ ആവില്ലേ? ചേച്ചി വാക്കാണ്. ഇനി രമേനെ ഞാൻ വിഷമിപ്പിക്കില്ല. ഇനിയും രാഷ്ട്രീയക്കാർ വിളിച്ചാലോ? അല്ല അങ്ങനെ ഞാൻ പോവില്ല. ഞാനത് ശ്രമിക്കാം. എന്നെ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പം പറയാൻ പറ്റുള്ളൂ എന്നാ? അപ്പോൾ പിന്നെ അത് പറയുന്നത് ഞാനൊന്ന് ആലോചിക്കട്ടെ കാര്യമായിട്ട്. ഗൗരവമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഞാനൊരു തീരുമാനം പറയും. അപ്പോൾ ആദ്യം ഈ ഭക്ഷണം എടുത്ത് കഴിക്കട്ടെ. ഞാൻ അപ്പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു. എന്തൊരു ജന്മാണിതല്ലേ? അത് വിട് മാമി, എന്താണ് പറയാനുള്ള കാര്യങ്ങൾ പറ. എത്ര നേരം വെയിറ്റ് ചെയ്യണം? എൻ്റെ പൊന്നമ്മ, അമ്മയ്ക്ക് എന്താ അമ്മ പറയാൻ ഉദ്ദേശിച്ചില്ലേ അതൊന്ന് പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ ഒരു എപ്രാളമായിരിക്കും. മാമി കാര്യം പറയാമി. അടുക്കള വെച്ചോ? ഇതെന്തോന്ന് അവിടെ പോകണം ഇവിടെ പോകണം, എല്ലാ റൂമിലെല്ലാം കൂടെ എന്നെ കൊണ്ട് കറങ്ങിച്ച് ഇനിയിപ്പോൾ പറ്റുകൂട്ട് മാത്രമേ വാങ്ങിക്കുള്ളൂ. മാമി കാര്യം പറ പറ. എന്നാ പറയാം. എടി, നമ്മുടെ രമേശൻ നായരുടെ മോനില്ലയോ? നമ്മളെ വീടിൻ്റെ അടുത്ത രമേശൻ ചേട്ടനല്ലേ? അത് തന്നെ. ആ രമേശൻ നായരുടെ മോനെ കാനഡയിലാ. നല്ല ജോലിയും നല്ല ശമ്പളമാന്ന് പറഞ്ഞു. എനിക്കറിയാവുന്നതാണല്ലോ. എടി, കഴിഞ്ഞ ദിവസം വന്നെങ്കിൽ രമേശൻ നായർ വീട്ടിൽ വന്നായിരുന്നു. അപ്പം അങ്ങേരുടെ മോൻ ഇപ്പം കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നമ്മുടെ ശിവാനിയുടെ കാര്യം ഒന്ന് പറഞ്ഞു. ശിവാനിയുടെ? നമ്മുടെ ശിവാനിയുടെ കാര്യം. എടി, അവക്ക് ഇപ്പം പഠിച്ചോണ്ടിരിക്കുമല്ലയോ. ഇപ്പം കല്യാണം കഴിഞ്ഞാലും അവളെ അങ്ങ് കൊണ്ടുപോകും. കൊണ്ടുപോയി കഴിഞ്ഞാലും അവൾക്ക് പഠിക്കാമല്ലോ, അവിടെ ജോലിയും ചെയ്യാം. അവള് കൊച്ചുകുട്ടിയല്ലേ അമ്മ? കൊച്ചുകുട്ടിയോ? അവള് കോളേജിലല്ലേ പഠിക്കുന്നേ. പിന്നെ കല്യാണം കഴിഞ്ഞാലും അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ചോളാന്ന് ഒരു വാക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ നമ്മുടെ കൊച്ചിന് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുമോ? ആലോചിക്കാമ്മ. ആദ്യം നമുക്ക് ശിവാനി എടുത്ത് ചോദിക്കണമല്ലോ. ചോദിക്കട്ടെ. എടി, ആ ചെറുക്കന് നല്ല ആലോചനകളൊക്കെ വരുന്നുണ്ട്. ആ കൊച്ചിനെ കൊത്തിക്കൊണ്ട് പോകാൻ ആൾക്കാരുണ്ട്. നമുക്ക് ആലോചിക്കാം. അമ്മ അച്ഛനോട് പറഞ്ഞായിരുന്നു ഇത്? ഇല്ല, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ പോരെ? അത് മതി. ഇതാണ് പറയണ്ടെന്ന് പറഞ്ഞ കാര്യം. ഇതൊരു കാര്യം. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. അയ്യോ അത് വേണ്ട, ഇതിനെ താങ്ങാൻ വയ്യ. സന്തോഷം കൊണ്ട് തന്നെ നിൽക്കാൻ വയ്യ. അപ്പൊ നിങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയണം. നിന്റെ അമ്മ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ വല്ല വിളിച്ച് പറയാം കേട്ടാ. മിണ്ടാതിരുവാലോ. ഞാൻ അത് കയറി പറഞ്ഞത് പാലും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മ ആഗ്രഹം പറഞ്ഞതല്ലേ, നമ്മളിതൊക്കെ ആലോചിച്ചല്ലേ ചെയ്യുള്ളൂ. പിള്ളേരുടെ കാര്യമല്ലേ, ഭാവിയല്ലേ? ഇല്ലടാ ശ്രീകൂടാ. എക്സ്പ്രഷൻ കൊണ്ട് പറ്റും. ഇത് നിന്റെ അമ്മയ്ക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടാ? കൊച്ചു കുഞ്ഞിന് കല്യാണം ആലോചനയായിട്ട് വന്നേക്കുന്നു. നടങ്ങുവാലോന്ന് എന്താ നടങ്ങാൻ വേണ്ടി? ഞാൻ വിചാരിച്ചത് കേൾക്കുമ്പോൾ നീ പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ചു. നീ ഉണ്ടണില്ല. പോലെ അമ്മയൊക്കെ പഴയ ആൾക്കാരാണ്. അവരൊക്കെ ഈ 15, 16, 17 വയസ്സിലേക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അതേ അറിയാൻ പാടുള്ളൂ. അമ്മയുടെ കണ്ണിൽ ശിവാനി വലിയ കുട്ടിയാ. അമ്മ അതുകൊണ്ട് കല്യാണാലോചനയും കൊണ്ട് വന്നു. നമ്മളെന്താ ചെയ്യേണ്ടത്? എല്ലാം കേട്ടിട്ട് അമ്മയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ? അതിന് ചാടി കടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് നല്ലത്. ചുമ്മാ നമ്മൾ അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ചേച്ചി എന്നെ തീരുമാനിച്ചു. എടി നിന്റെ അമ്മ ആദ്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണേ. ഇവിടെ നിങ്ങൾ ചാടിക്കടിക്കാണ്ടിരിക്കുന്നു. ചേച്ചി ഞാൻ എന്താ പറ. ഞാൻ അവിടുത്തെ കൗൺസിലറെ വിളിച്ച്
ദൂരം നടക്ക് പോവുകയില്ല. ഇവിടെ കൊടുങ്കാറ്റിൽ ആന പാറിയ കഥ പറഞ്ഞിരിക്കുമ്പോൾ അവനെ ബാലു എന്താ പറയും എന്താണ്? കൗൺസിലർ രമയോടും അച്ഛനോടും സംസാരിച്ചു. അപ്പോൾ അവർ പറയണത് അവളെ കഷ്ടപ്പെടുത്താൻ എൻ്റെ കൂടെ വിടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. രമ എനിക്ക് നഷ്ടപ്പെട്ടാൽ എൻ്റെ സ്വഭാവം അറിയാല. ചേച്ചിയോട് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. മര്യാദയ്ക്ക് കുടുംബം നോക്കാത്തതുകൊണ്ടല്ലേ? എടാ ജയന്തിന് ജയിലൊരു പുത്തിരിയല്ല. നീ ഈ വിഷയത്തിൽ ഇടപെടണ്ട, പറഞ്ഞേക്കാൻ ഞാൻ. ജയന്ത ഒന്നും മിണ്ടായിരുന്നേ. എന്തിനാ ഇപ്പൊ കൗൺസിലർ വിളിക്കാൻ പോയത്? ഞാൻ പറഞ്ഞല്ലേ ജയന്തിന്റെ അടുത്ത്, ശങ്കരന്റെ അടുത്ത്, രമയുടെ അടുത്ത് ഞാൻ സംസാരിക്കാന്ന്. അപ്പൊ എന്നെ വിശ്വാസമില്ല. ചേച്ചി എനിക്ക് ഇരുന്നിട്ടൊരു ഇരിക്കപ്പുറതിയില്ല, അതാ. ഒരു മിനിറ്റ്, ഞാൻ ശങ്കരനെ വിളിക്കാം. ആ ടെൻഷൻ അടിക്കല്ലേ, എല്ലാം ശരിയാവും. ടെൻഷൻ അടിക്കാതെ എല്ലാം ശരി. ടെൻഷൻ അടിക്കുക, വെറുതെ ടെൻഷൻ അടിച്ച് ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് ആ ശങ്കരണ്ണ, ഞാനാണേ നീലു. അണ്ണാ അതെ, ഇവിടെ ജയന്തൻ വന്നിട്ടുണ്ട്. ഓ ഒച്ചെടുക്കല്ലേ. ജയന്തൻ ഞങ്ങളടുത്ത് എല്ലാ കാര്യവും പറഞ്ഞ്. ആ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചേ ജയന്തനിട്ട് അങ്ങോട്ട് വരാമെന്ന്, ശങ്കരൻ്റെ അടുത്തേക്ക്. അല്ലെങ്കിൽ ശങ്കരൻ്റെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് വാ. അണ്ണാ മനുഷ്യനല്ലേ, തെറ്റൊക്കെ പറ്റൂലേ. ഇങ്ങനെ കടിച്ചിട്ട് എന്താ കാര്യം? ആ ജയന്തൻ പറയണത് ഇപ്പം അടിയും പിടിയും വഴക്കെല്ലാം നിർത്തിയിട്ട് മര്യാദയ്ക്ക് രമയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാന്നാ പറയണേ. ഇല്ല, ഇനി രമ ഉപദ്രവിക്കില്ലെന്നാ പറയണേ. ജയന്തനെ വിശ്വസിക്കണ്ട. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്നെ വിശ്വസിച്ചൂടെ? ആ അണ്ണാ, നമ്മളെല്ലാവരും കൂടെ നിന്നിട്ടല്ലേ ഇവരുടെ വഴക്കം മാറ്റണ്ടേ? നമുക്കെല്ലാവരും കൂടെ ഇവർ രണ്ടുപേരും ഇരുത്തിയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഇത് മാറ്റിയെടുക്കേണ്ട എത്ര കാലമായിട്ട് ഇവർ തമ്മിൽ വഴക്കടക്കണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കാൻ പറ്റുമോ? ആ ശരി, ആ ശരി. ചേച്ചി എപ്പോഴാ ആര്യനായിട്ടേക്ക് പോകണ്ട പറഞ്ഞു? ജയന്ത, ശങ്കരണ്ണ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. ശങ്കരണ്ണ കുഴപ്പമില്ല. പിന്നെ ഇനി നിങ്ങൾ തമ്മിൽ അടിയും വഴക്കൊന്നും ഉണ്ടാവരുത്, കേട്ടല്ലോ? ഈ ഒരു പെണ്ണ് കല്യാണം കഴിച്ച് ഒരു വീട്ടിലേക്ക് വരുന്നതേ നിങ്ങളുടെ അടി ചവിട്ടും കുത്തൊന്നും കൊള്ളാനല്ല. ഒരാണും പെണ്ണും കല്യാണം കഴിക്കണേ എന്തിനാ? ജീവിത അവസാനം വരെ അവർ മാത്രം ഉണ്ടാവുള്ളൂ. മക്കളൊക്കെ ഉണ്ടായാലും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. മരിക്കുമ്പോൾ ആരെങ്കിലും അടുത്ത് വേണ്ടേ കൂടെ? നിങ്ങൾ ഇപ്പം സ്നേഹിച്ചില്ല പിന്നെ എപ്പോൾ സ്നേഹിക്കാനാ? വയസ്സാകുമ്പോഴോ? ഇങ്ങോട്ട് ഓക്കെ. രമ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ തമ്മിൽ അടി കൂടിയ വഴക്കുണ്ടാക്കി എന്തെങ്കിലും ചെയ്തിട്ട് രമ എൻ്റെ അടുത്ത് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും രമയെ കൊണ്ട് ചെന്തിനെതിരെ കേസ് കൊടുപ്പിക്കണത്. ഇല്ലേ ചേച്ചി, ഒരു കുഴപ്പമുണ്ടാകില്ല. ഒരു കുഴപ്പം ഉണ്ടാകരുത്. ഞാനായിട്ടായിരുന്നെങ്കിൽ തല്ലി കൊന്നേനെ. ഇല്ല, ഒരു കുഴപ്പമുണ്ടാകില്ല. രമയുടെ മൊബൈലിലെ കോൾ ലിസ്റ്റ് ഒന്ന് എടുക്കണം. കോൾ ലിസ്റ്റ് എടുക്കണം. എന്തിന്? അല്ല, ജയന്തന് അത്ര സ്നേഹമാണ്. ജയന്ത ഒരു മാസം എത്ര പ്രാവശ്യം വിളിച്ചെന്ന് അറിയാമല്ലോ. അല്ല പുള്ളി ഇല്ലായിരുന്നല്ലോ അവിടെ, പിന്നെ എന്തിന് നീ എന്തിനാ ഞെട്ടിയത്? നിനക്കെന്താ കാര്യം? എനിക്ക് ജയന്ത അത്ര സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ കോൾ ലിസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഇതെന്തായി പറയണത്? ഒളിവിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓടിയാ വീട്ടിലേക്ക് ചെയ്യുന്നത് എനിക്ക് അവളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട്, രമേനെ കാണാനുള്ള. ഞാൻ ടോപ്പിൽ പാസ് ചെയ്യാം. ഒളിവിൽ കഴിയുക, ഓടി ഭാര്യയെ കാണുക, മര്യാദയ്ക്ക് ജീവിച്ചോ തീര് പറഞ്ഞ പോലെ. നിങ്ങൾ ആളെ കളിയാക്കാതെ ചേച്ചി, ഇത് പറയണ കേട്ടാ. കൂളാവണം, ഒരുപാട് ദേഷ്യം വേണ്ട. എല്ലായിടവും ഈ ദേഷ്യപ്പെണ്ണോണ്ടാണ് പിന്നെ അതും അടിയിലും വെട്ടിലും വഴക്കിലോട്ടൊക്കെ പോകണം, കേട്ടല്ലോ? ഇല്ല, എല്ലാ കാര്യവും ഞാൻ ചേച്ചീനെ ഏൽപ്പിച്ചിരിക്കുക. ചേച്ചി എനിക്ക് വിശ്വാസവും. ഞാൻ പോട്ടെ കേട്ടോ. അങ്ങോട്ട് പോകേണ്ട കാര്യം പറഞ്ഞ് വിളിച്ചേച്ചാൽ മതി, ഞാൻ വന്നോളാം. ജയന്തിനെ എവിടെയും പോകണ്ട. അപ്പുറത്തെ അമ്മ ഇരിപ്പുണ്ട്, അമ്മ എടുത്ത് പോയിരുന്നു കുറച്ചു നേരം വർത്താനം പറഞ്ഞു. നീ നിന്റെ അമ്മയടുത്ത് പോയി കാര്യം സംസാരിക്കും. ഇതുപോലെ ലച്ചു പഠിച്ചോണ്ടിരുന്നപ്പം ഇവർ ഒരു കല്യാണാലോചിച്ച് വന്നു. അത് വേണം ഇപ്പം വന്നേക്കണം. നീ പോയി സംസാരിക്കും, കാര്യം സംസാരിക്കും. എന്താ വെച്ചാ കല്യാണാലോചനയുടെ കാര്യമൊക്കെ പറയണേ? ഡാ, നിന്നെ കൊണ്ട് വിളിച്ചാരെങ്കിലും കയറിപ്പോടാകത്ത്. കൊച്ചിനെ കൊണ്ടുപോകാൻ അങ്ങോട്ട്. എന്തരമ്മ, ഞാൻ ചൂടാവണ കാര്യം പറഞ്ഞപ്പോൾ എന്താ വെച്ചാ കല്യാണം ആലോചന നിനക്ക് വേണോ? കല്യാണം കഴിക്കണോ? നീ കല്യാണം കഴിപ്പിച്ച് അയക്കിട്ടാ? പിന്നെ ശിവ നിൽക്കുമ്പോ ഞാൻ കിട്ടിയ ശരിയാവും. ഒന്നും ശരിയല്ലത്. നിങ്ങളെ മക്കളൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയത്? മൊബൈൽ കളിച്ചോണ്ടിരി, അവൻ വെട്ടും. നിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. അല്ല, കോൾ ലിസ്റ്റ് ഫ്രണ്ട് വിളിച്ചു, ഇപ്പം മിസ് കോൾ വന്നു. നീ ഡിലേറ്റ് ആക്കി അവിടെ ഡിലേറ്റ് ആകൂല, അതവിടെ കാണും. സാധനങ്ങൾ അവിടെ കാണും. എവിടെ കാണുന്നു? അല്ലെങ്കിൽ സൈബറിൽ കാണും. ഞാൻ അവിടെ പറഞ്ഞാൽ ഫുൾ കോൾ ലിസ്റ്റ് കഴിക്കും. സിക്കുട്ടൻ വെള്ളിയാഴ്ച സിക്കുട്ടൻ. അങ്ങനെയൊന്നും ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ 1-2 തവണ വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ നോക്കണം. 1-2 തവണ വിളിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു?
വിളിച്ചിട്ട് അപ്പൊ ഇതല്ല കുറെ നാളായി കാണണോ എന്തിനാ നീ എന്നിട്ട് അവളെ കാണാത്? ഇല്ല കുറെ നാൾ ആരാണ്? എന്റെ സഹോദരിയാണ്. അല്ല വിളിച്ചില്ലല്ല. പിന്നെ ഞാൻ ഇവിടെ വിളിച്ച സമയത്ത് 1-2 തവണ വിളിച്ച് അതെന്താണെന്ന് നോക്കുകയാണ് കോൾ ഹിസ്റ്ററിയിൽ. അത് ഡിലീറ്റ് ചെയ്ത് കളയല്ല ഇതിന്ന്. ഹലോ എടേ കോൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളയാണ് എങ്ങനെ? ഞാൻ അങ്ങോട്ടൊക്കെ വന്നോന്ന് വിചാരിക്കും. പിന്നെ ഈ ഒളിവും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയതുകൊണ്ട് ആണ് അങ്ങോട്ട് വരാനിട്ട് പോയി. ഞങ്ങൾ രണ്ടുപേരൂടെ എപ്പോഴും പറയും നിന്നെ കണ്ടാ ഭയങ്കര പരുക്കനായിട്ടൊക്കെ തോന്നുമെങ്കിലും നീ ആള് ശുദ്ധനാന്ന്. അതെ അതെ. എന്തായി രമയെ വിളിച്ചോ? രമയുടെ കാര്യം ചേച്ചി വിളിച്ച് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം. അതെ അതെ അതെ. ഇനി ഞാൻ എന്തായാലും അവളുമായിട്ട് ഒത്തു പോകാനുള്ള തീരുമാനം. അത് നല്ല തീരുമാനം. എന്തായാലും ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാനാണ്. ഒരു നല്ല കുടുംബജീവിതമുണ്ട്. മാമി എന്തോ കാര്യം പറയാനാ വന്നെന്ന് പറഞ്ഞു. എന്നോടുകൂടി പറയാൻ പറ്റുമെന്നാണെങ്കിൽ പറയും. ഞാൻ ചില ക്രിയാത്മകമായ നിർദ്ദേശങ്ങളൊക്കെ തരാം. അതിനെന്താ, നമ്മുടെ ശിവാനി ഇല്ലയോ, ശിവാനിക്ക് ഒരു കല്യാണാലോചന കൊണ്ടാണ് ഞാൻ വന്നേ. ശിവാനിക്ക് കല്യാണമായിരുന്നു? അവള് ചെന്നൈയിൽ പഠിക്കുകയല്ലേ? അത് കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. അതെങ്ങനെ പഠിക്കാൻ പോണ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കണം? ഈ നാട് ഒരിക്കലും നന്നാകില്ല. സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കൂട്ടര്, അവരെ ചവിട്ടി താഴ്ത്താൻ വേറൊരു കൂട്ടര്. അതുകൊണ്ട് ശിവാനിയുടെ കല്യാണം നടക്കില്ല. നീ എന്തോ ഞാൻ പറയുന്നേ? അവളെ കല്യാണം നടത്താൻ പറ്റില്ലെന്ന് ഞാനല്ലേ പറയണത്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാനാ തീരുമാനിക്കണത്. അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനേ ഞങ്ങൾ ഇവിടെ ഉണ്ട്. നീ അവിടെ അഭിപ്രായം ഒന്നും പറയണ്ട. അവളെ കല്യാണം ഇവിടെ നടത്തില്ലെന്ന് ഞാനാ പറയണത്. ജയന്തൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഭവാനെ നിനക്ക് ഒട്ടും അറിയത്തില്ല. ചോദിച്ചു നോക്ക് നിങ്ങൾക്ക് ജയന്തൻ ആരാന്ന്. അപ്പൊ അറിയാൻ പറ്റും കേട്ടാ. എന്താ പ്രശ്നം? ഇവിടെ ഇച്ചിരിക്കില്ലാത്ത കൊച്ചിനെ കല്യാണം കഴിക്കണമെന്നുള്ള തീരുമാനം ഇട്ട് ആരാ? ജയന്തനെ ഞാൻ ഇങ്ങോട്ട് വിട്ടെന്താ? കുറച്ചേരം അമ്മ അടുത്ത് വരുന്ന സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിപ്പോ വഴക്കായോ? ഞാൻ ആരാന്ന് ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുക്കും. അതെന്തിനാ അമ്മ? എന്താ അമ്മ പ്രശ്നം? എന്താ അങ്ങോട്ട് വരും? ഇതൊന്നും അങ്ങോട്ട് ചോദിക്കാനാ? പഠിക്കുന്ന കൊച്ചിനെ ഇപ്പൊ കെട്ടിക്കണ്ട. എല്ലാരും കൂടി അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഞാൻ കോളേജ് പഠിക്കുന്ന കാലം നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവള് കുറച്ച് ദിവസമായിട്ട് കോളേജ് വരുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അവളെ കല്യാണം കഴിപ്പിക്കാൻ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ പന്തൽ നിൽക്കുന്നു. താലി കെട്ടാൻ പോകുന്നു. ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ ചെന്നു. താലി കെട്ടിക്കാതെ ആ കുട്ടിയെ ഞാൻ വിളിച്ചു കൊണ്ടുവന്ന് കോളേജിൽ വെച്ച് പഠിപ്പിച്ച ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇതുപോലൊരു പ്രശ്നം വരുമ്പോൾ അടങ്ങിയിരിക്കണോ? ഞാൻ എതിർക്കും, അതിനെ തകർക്കും. അതുകൊണ്ട് ഈ കല്യാണം ഇവിടെ നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. അവർ കല്യാണം നടത്താൻ വന്നിരിക്കുന്നത് ശൈശവ വിവാഹം ഇത്. ഞാനേ അമ്മയുടെ ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി അവിടെ ഇങ്ങോട്ട് നടന്നു വരികയായിരുന്നു. നമ്മളിപ്പോ എന്തായാലും കൊച്ചിനെ കെട്ടിച്ചൊന്നും വിടില്ലല്ലോ. അവൾ പഠിക്കല്ലേ. പഠിച്ചു കഴിഞ്ഞ് അവൾ ജോലിയൊക്കെ വാങ്ങിച്ച് അവൾക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രമേ കല്യാണം നടത്തുള്ളൂ. അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ അവളോട് അങ്ങോട്ട് പറയും. ഇപ്പൊ പറഞ്ഞ മനസ്സിലായ? മനസ്സിലായി. മനസ്സിലായില്ലെങ്കിൽ ജയന്തനെ കൊണ്ട് ഒന്നും കൂടെ സംസാരിപ്പിക്കാം. ഇല്ല, എനിക്ക് മനസ്സിലായി. പറ. എല്ലാം മനസ്സിലായില്ല? ഞങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ജയന്തൻ പറഞ്ഞു അമ്മയുടെ അടുത്ത്. ഞാൻ പറയണോ? ഞാൻ ഒന്നുകൂടി പറയണോ? പറയണോ അമ്മ? വേണ്ട വേണ്ട വേണ്ട, ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. അപ്പൊ പറഞ്ഞ പോലെ ഇരിക്കണം കാര്യങ്ങൾ കേട്ടാ. എന്നെ ഇത് വരുത്തരുത്. അവിടെ പോയിരുന്നു ഇവരോട് പറഞ്ഞേക്ക്. അവര് പണ്ടേ ചെറിയ ഒരു നൊസ്സുണ്ടവന്. അതും കൂടെ അതിന്റെ എരിതീരി എണ്ണ കഴിക്കാൻ വേണ്ടി ശൈശവാകൊണ്ട് അവൻ്റെ പറഞ്ഞു കൊടുത്താൻ തരാനാണ്. എടാ ഞാൻ അറിഞ്ഞു അവൻ ഇങ്ങനെ കയറി പ്രതികരിക്കുമെന്ന്. അമ്മ അകത്തിരുന്നല്ല അമ്മ മാവും ചോട്ടി വന്നിരിക്കേണ്ട കാര്യം എന്തായിരുന്നു? അവൻ ഇവിടെ ഇരിക്കുന്ന കണ്ടോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അവൻ ഇരിക്കണ അടുത്തേക്ക് അമ്മ പോകും. അല്ല ഉണക്ക കമ്പല്ല തല കൂടെ അടിച്ച് അപ്പം തന്നെ കിളി പോയാൻ. തന്നെ ഈ വടിയെടുത്ത് തലക്കിട്ട് അടിച്ച് നമ്മൾ വന്നില്ലെങ്കിൽ ഇതടിച്ച് പൊട്ടിച്ചേനെ തല. അമ്മ ഇറങ്ങി പോണം. അമ്മ എന്തിനും ഇങ്ങോട്ട് കയറി വന്ന്? പേടിച്ചു വന്നാടാ. മേലായി ശൈശവ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നു പോയത്. ഇല്ല മുട്ട് ഇല്ല, കുഴപ്പമൊന്നുമില്ല. പഠിക്കേണ്ട പ്രായത്തിൽ പിള്ളേരെ കെട്ടിച്ചു വിട്ടാലുള്ള ദുർവിധിയെ എൻ്റെ മോടെ കാര്യത്തിൽ എനിക്കറിയാമല്ലോ. അതെ, അമ്മയാണല്ലോ അമ്മ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.